നെക്സ്റ്റ് ലെങ്ത് ഓഫ് ഡി എൻ എ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെങ്ത് ഓഫ് ഡി എൻ എ വി ക്യാൻ കാൽക്കുലേറ്റ്. എങ്ങനെയാണ് നമ്മൾ ഡി എൻ എയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വി ക്യാൻ കാൽക്കുലേറ്റ് the length of DNA of a typical mammalian cell DNA by multiplying the total number of base pair with the distance between two consecutive pairs. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ഡി എൻ എയുടെ ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇതുകൂടി നമ്മൾ എഴുതി വെക്കുക. ലെങ്ത് ഓഫ് ഡി എൻ എ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ. നമുക്ക് ബേസ് പെയർ അറിയാം അല്ലേ? നമ്മൾ ഡി എൻ എയിലെ സ്ട്രക്ചറിൽ നമുക്ക് ഓരോ ബേസ് പെയർ ഇവിടിങ്ങനെ രണ്ട് സ്ട്രാൻഡിൻ്റെ ഇടയ്ക്ക് അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്യുന്നു, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് പെയർ ചെയ്യുന്നു, അല്ലെ തൈമിൻ അഡിനിനുമായിട്ട് പെയർ ചെയ്യുന്നു എന്നൊക്കെ പറയത്തില്ലേ? ആ പെയറിങ്ങിനെയാണ് നമ്മൾ ബേസ് പെയർ എന്ന് പറയുന്നത്. അതായത് നൈട്രജൻ ബേസുകളുടെ പെയർ. അതിൽ എത്ര ബേസ് പെയർ ഇതിൽ മൊത്തം ഉണ്ട് എന്നുള്ളതാണ്. ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ബേസ് പെയർ. എന്താണ് കോൺസിക്യൂട്ടീവ് ബേസ് പെയർ എന്ന് പറയുന്നത്? ഈ ഓരോ ഡി എൻ എയുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, ഇവിടെ ഒരു ബേസ് പെയർ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ബേസ് പെയർ, അത് അടുത്ത ബേസ് പെയർ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസുകളെല്ലാം ഈക്വലാണ് അല്ലേ? ഒരു ബേസ് പെയറും അടുത്ത ബേസ് പെയറും തമ്മിലുള്ള ഇടയ്ക്കുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള ബേസ് പെയറുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ആരോ കാണിച്ചേക്കുന്നത് കണ്ടോ, 0.34 നാനോമീറ്റർ ആണ്. അപ്പം നമുക്ക് ഒരു മമേലിയൻ സെല്ലിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ്. മമേലിയൻ സെല്ല് തന്നെയല്ല, എല്ലാ സെല്ലിൻ്റെയും ഡി എൻ എയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ നമുക്കറിയാം. ഓരോ ജീവികളുടെയും ബേസ് പെയറുകളുടെ എണ്ണം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഡി എൻ എയുടെ സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു എത്ര ബേസ് പെയർ ഉണ്ട്, ഓരോ ജീവികൾക്കും എത്ര ബേസ് പെയറുകളെന്ന് കണക്കുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ഡി എൻ എ കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ ഒരു സെല്ലിൻ്റെ അകത്തെ ഡി എൻ എയുടെ ലെങ്ത് ആണ് ഈ പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ, മനുഷ്യൻ്റെ ടോട്ടൽ ബേസ് പെയറിൻ്റെ എണ്ണമാണ് 6.6 × 10⁻⁹ ബേസ് പെയർ ആണ്. 6.6 × 10⁻⁹ ബേസ് പെയർ. അതായത് നമ്മൾ ഒരു ഡിപ്ലോയിഡ് സെല്ലിൻ്റെ അകത്ത് കാണുന്ന ഡി എൻ എക്കകത്തുള്ള ബേസ് പെയർ ഇത്ര എണ്ണമാണ് വരുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. എല്ലാ ജീവികളിലും ഇറ്റ് ഈസ് ഫിക്സഡ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 0.34 നാനോമീറ്റർ അല്ലേ? നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ 0.34 നാനോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 0.34 × 10⁻⁹ അല്ലേ എന്നെഴുതാം, മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ അതിനെ നമ്മൾ രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർ, രണ്ട് ബേസ് പെയറുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ആൻസർ 2.244 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിനെ ചുരുക്കി ഇങ്ങനെ എഴുതുന്നു, 2.2 മീറ്റേഴ്സ് ആണ്. 2 മീറ്ററും 200 സെൻറ്റിമീറ്ററും കൂടി വരും അല്ലേ? അപ്പോൾ 2.2 മീറ്റേഴ്സ് ആണ് നമ്മുടെ ഡി എൻ എയുടെ ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളോട് ഈ ഇക്വേഷൻ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഏകദേശം ഒരു 2.25 മീറ്റർ നീളമുണ്ട് നമ്മുടെ ഒരു സെല്ലിൻ്റെ അകത്ത് ഡി എൻ എക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു സെല്ലിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ആ സെല്ലിനുള്ളിലിരിക്കുന്ന ഡി എൻ എയുടെ നീളമാണ് ഈ പറഞ്ഞത് 2.2 മീറ്റർ. 2.2 മീറ്റർ എന്നൊക്കെ ഉദ്ദേശിക്കാം നമുക്ക് അല്ലേ? ഒരു മുണ്ടിൻ്റെയൊക്കെ വലിപ്പം അത്രത്തോളം വരും, 2-2.25 മീറ്ററൊക്കെ വരും. അപ്പോൾ അത്രത്തോളം നീളമുണ്ട് നമ്മുടെ ഒരു സെല്ലിൻ്റെ അകത്തെ ഡി എൻ എയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോ സെല്ലിൻ്റെ അകത്തും ഇത്രയും 2.25 മീറ്റർ നീളമുള്ള ഡി എൻ എ ആണ് ചുരുണ്ട് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും നോക്കിക്കോണം. ലെങ്ത് ഓഫ് ഡി എൻ എ, നമ്മുടെ ബേസ് പെയറിൻ്റെ എണ്ണവും കൂടെ ശ്രദ്ധിക്കുക. 6.6 × 10⁻⁹ ബേസ് പെയർ ഇൻ എ ഡിപ്ലോയിഡ് സെൽ. ഡിപ്ലോയിഡ് ആയിട്ട് ഹാപ്ലോയിഡ് സെൽ നമ്മൾ എടുക്കുമ്പോൾ ഹാപ്ലോയിഡ് സെല്ലല്ല, ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ പറയുകയാണെങ്കിൽ 3.3 ബേസ് പെയർ 10⁻⁹ ബേസ് പെയർ, അതിൻ്റെ പകുതിയല്ലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഹാപ്ലോയിഡിൻ്റെ അകത്ത് അത്രയും
ഡിപ്ലോയിഡിൻ്റെ അകത്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ 6.6 × 10⁻⁹ ബേസ് പെയറും വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ പഠിച്ചു, ലെങ്ത് ഓഫ് DNA കണ്ടുപിടിക്കുക. ആദ്യം പഠിച്ചത് സെൻട്രൽ ഡോഗ്മ, രണ്ടാമത് പഠിച്ച ഭാഗം ലെങ്ത് ഓഫ് DNA. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് ഈ കോളയുടെ നമുക്കിപ്പോൾ ലെങ്ത് ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് നോക്കി, ഇഫ് ദ ചിലപ്പം പരീക്ഷയ്ക്ക് എന്താ പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഇഫ് ദ നോക്കിയ ക്വസ്റ്റ്യൻ വായിക്കുക, ഇഫ് ദ ലെങ്ത് ഓഫ് ഈ കോളൈ DNA ഈസ് 1.3 മില്ലിമീറ്റർ, അല്ലേ? ഈ കോളയുടെ നീളം തന്നിട്ടുണ്ട്, DNA നീളം എന്ന് പറയുന്നത് 1.3 mm ആണ്. ക്യാൻ യു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ബേസ് പെയർ ഇൻ ഈ കോളൈ? ഈ കോളയുടെ സെല്ലിൻ്റെ അകത്തുള്ള എന്ത് കണ്ടുപിടിക്കുക? ബേസ് പെയർ കണ്ടുപിടിക്കുക. ലെങ്ത് അല്ല, ലെങ്തിങ് തന്നിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ. അപ്പം നമുക്കറിയാം ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ലെങ്ത് ഓഫ് ദ DNA കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ബേസ് പെയർ ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ, രണ്ടടുത്തടുത്ത ബേസ് പെയറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? ആ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ ഇക്വേഷൻ ഇതിലേക്ക് നമുക്കിപ്പോൾ ലെങ്ത് ഓഫ് DNA തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് DNA തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? 0.34 × 10⁹ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജീവികളുടെയും DNAയുടെ 2 ബേസ് പെയറിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എല്ലാവരിലും ഒരുപോലാണ്, ഏത് ജീവി നമ്മളെടുത്താലും. അപ്പോൾ ഇതും നമുക്കറിയാം, ലെങ്ത്തും അറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് നോക്കിക്കേ. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ കണ്ടുപിടിക്കാൻ ലെങ്ത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പോൾ ലെങ്ത് ഓഫ് DNA ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര ബേസ് പെയർ എന്ന് കിട്ടും? ഈ കോളയുടെ ബേസ് പെയർ നമുക്ക് കിട്ടും 4 × 10⁶ ബേസ് പെയർ ആണ് ഈ കോളൈ ബാക്ടീരിയയിൽ ഉള്ളത്. മനസ്സിലായോ? ഇത് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കുക, പെട്ടെന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. എന്താ ചോദിച്ചേക്കുന്നതെന്നുള്ളതാണ്. DNA ഈ കോളയുടെ DNAയുടെ ലെങ്ത് അല്ല ചോദിച്ചേക്കുന്നത്, ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ ബേസ് പെയർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ വെച്ചും ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതൊന്നും നോക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബേസ് പെയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഓഫ് DNA ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർ. അത് എല്ലായിടത്തും ഒരുപോലെയാണ്, അല്ലേ? അപ്പോൾ 1.3 × 10⁻³ എന്നുള്ളതാണ് ഈ കോളയുടെ മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ്. 10⁻³ ആണ്. -3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക, കോൺസിക്യൂട്ടീവ് ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. അടുത്ത് നമുക്ക് പാക്കിംഗ് ഓഫ് DNA, അതായത് എങ്ങനെയാണ് ഓരോ ജീവിയിലും DNA പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അതിൽ നമുക്കിവിടെ പറയാനുള്ളത് 2 തരം DNAസിനെ കുറിച്ച്. നമുക്കറിയാം 2 തരം സെൽസ് ഉണ്ടല്ലോ, അല്ലെ 2 തരം ജീവികളുണ്ടല്ലോ, പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടുകളും, അല്ലേ? അപ്പോൾ പ്രോക്യാരിയോട്ടിക് DNA എങ്ങനെയായിരിക്കുന്നത്, യൂക്യാരിയോട്സിൽ DNA എങ്ങനെയായിരിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റിൽ പാക്കിംഗ് ഓഫ് DNA ഇൻ പ്രോക്യാരിയോട്സ്. പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത ജീവികൾ, മിക്കവാറും ഉള്ള സിംഗിൾ സെൽ യൂണിസെല്ലാർ ജീവികൾ, പ്രത്യേകിച്ച് ഈ കോളൈ പോലുള്ള ബാക്ടീരിയകളൊക്കെ, അങ്ങനെയുള്ള ജീവികളിലൊക്കെ, ഏകകോശ ജീവികളിലൊക്കെ മാത്രമേ അവരെയാണ് നമ്മൾ പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. ആ പ്രോക്യാരിയോട്സിൽ നമുക്കറിയാം അവർക്ക് ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. ആ സെല്ലിനുള്ളിൽ അവർക്ക് ന്യൂക്ലിയസ് ആയിട്ട് പ്രത്യേകിച്ചൊരു ഭാഗമൊന്നുമില്ല. പക്ഷേ ന്യൂക്ലിയസ് വരേണ്ട ഭാഗത്ത് അവരുടെ DNA ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന കാണാം. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ന്യൂക്ലിയസിനൊരു മെംബ്രെയിൻ ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ആബ്സെൻറ്റ് ഇൻ പ്രോക്യാരിയോട്സ്.
ഇനി അപ്പോൾ അവരുടെ DNA കാര്യങ്ങളും ഒക്കെ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് അവരുടെ DNA ഇരിപ്പുണ്ട് അല്ലേ. ഇതാണ് അവരുടെ DNA. ആ DNA പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയും. ന്യൂക്ലിയോയിഡ്. അപ്പോൾ ഈ ന്യൂക്ലിയോയിഡ്സ് എന്ന് പറയുന്നത് DNA മാത്രമല്ല, DNAയുടെ കൂടെ ചില പ്രോട്ടീനുകൾ കൂടി ഉണ്ട്. അതെല്ലാം കൂടെ ആ ഭാഗത്ത് ചുരുണ്ടിരിക്കുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് യൂക്കാരിയോട്ടിൽ പറയുന്ന പോലെ ഈ പ്രോകാരിയോട്ടിൽ ദ റീജിയൻ വേർ ദ DNA is seen is called ന്യൂക്ലിയോയിഡ്. അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ് അല്ലേ. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. നോക്കി, ഇൻ പ്രോകാരിയോട്സ് സച്ച് ആസ് E. coli DNA is held with some proteins in a region termed as ന്യൂക്ലിയോയിഡ്. ഇത് DNA തന്നല്ല, DNAയുടെ കൂടെ ചില പ്രോട്ടീനുകൾ കൂടെ ഇങ്ങനെ ചുരുണ്ട് ഇതിൻ്റെ അകത്ത് ഇടയിലൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ്ലി ചാർജ് DNA ഈസ് ഹെൽഡ് വിത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ. അതിൽ ഈ DNAയ്ക്ക് എപ്പോഴും നെഗറ്റീവ്ലി ചാർജാണ്. അതേസമയം ഇതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന പ്രോട്ടീനുകൾ എപ്പോഴും എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജ്ഡാണ്. ഇത് എന്താണെന്ന് മാത്രം നിങ്ങൾ ന്യൂക്ലിയോയിഡ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പോൾ പ്രോകാരിയോട്സിലുള്ള DNA കാണപ്പെടുന്ന റീജിയനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ്. 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വരാം. ഇനി നമുക്ക് യൂകാരിയോട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം യൂകാരിയോട്ടിക് DNA എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നേരത്തെ DNAയുടെ സ്ട്രക്ചറൊക്കെ പറഞ്ഞു ഇല്ലേ. ഇനി ഇതെന്താണ് ഇങ്ങനെ കാണുന്നതെന്ന് വിചാരിച്ചാൽ ദ DNA ഈസ് പാക്ഡ്. നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ ചുറ്റി ഒരു ബോൾ പോലൊരു ഭാഗം കണ്ട ഈ സാധനം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ മുകളിലായിട്ട് ഈ DNA ഇങ്ങനെ ചുറ്റിയാണ് കാണുന്നത്. കണ്ടോ, ഇങ്ങനെ ചുറ്റി കാണുന്നു. അപ്പോൾ ഇത് ചുറ്റിയതാണെന്ന് കാണിക്കാനാണ് ഇത് ഇവിടെ കുറേ കളറില്ലാതെ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് അപ്പുറത്തോട് ഒരു പന്തെടുത്തിട്ട് അപ്പുറത്തോട് ഇങ്ങനെ ചുറ്റി ഒരു നൂല് കൊണ്ടുപോകുന്ന പോലെ ഇരിക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഈ DNA ഈ പ്രോട്ടീനിനെ റാപ്പ് ചെയ്യും. റാപ്പ് മീൻസ് പൊതിഞ്ഞു കാണുന്നു അല്ലേ. ഇങ്ങനെ ഒന്ന് ചുറ്റുന്നു, അടുത്ത ഒന്നുകൂടി ചുറ്റുന്നു. ഒരു ബോൾ പോലുള്ള ഒരു പ്രോട്ടീൻ, ആ പ്രോട്ടീനിനെ 2 പ്രാവശ്യം ചുറ്റിയാണ് DNA കാണുന്നത്. അപ്പോൾ DNA എന്ന് പറയുന്നത് ഈ ഓൾറെഡി DNAയുടെ സ്ട്രക്ചർ നമുക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. ആ സാധനത്തിനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നൂല് പോലെ കാണിച്ചേക്കുന്നതേ ഉള്ളൂ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ പറയാം. അപ്പോൾ ഈ DNA ഇങ്ങനെ ചുറ്റിയാണ് കാണുന്നത്. ഇറ്റ് ഇസ് സീൻ റാപ്ഡ് അറൗണ്ട് ദ പ്രോട്ടീൻ ആൻഡ് ദാറ്റ് പ്രോട്ടീൻ ഈസ് കോൾഡ് ഹിസ്റ്റോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഇനി ഈ ഹിസ്റ്റോൺ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് ഇനി നോക്കി. ഇത് DNA is packed with the help of a set of positively charged basic proteins called histones. ഇനി അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞേക്കാണ്. ഈ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹിസ്റ്റോൺ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 8 molecules. Then histones are organized to form a unit of 8 molecules called histone octamer എന്ന് പറയും. ഇത് നമ്മളിങ്ങനെ സിംബോളിക്കലായിട്ട് ഒറ്റ ബോളായിട്ടാണ് കാണിച്ചത്. യഥാർത്ഥത്തിൽ ഇതിരിക്കുന്നത് ഇതേപോലെയാണ്. കണ്ടോ, 8 ബോൾസ് ആണ്. മേളി 4 ബോൾ, അതിൻ്റെ താഴെ 4 ബോൾ. അപ്പം നമ്മൾ മേളി നമ്മൾ ഇഡലി പാത്രമൊക്കെ എടുത്ത് വെക്കുന്ന പോലെ 4 ഇഡലിയുടെ തട്ട് ആദ്യം വെക്കുന്നു, അതിൻ്റെ മുകളിൽ 4 ഇഡലി വെക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. തട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നമ്മൾ ഒരു 4 ഇഡലി മേളി എടുത്ത് വെക്കുന്നു, അതിൻ്റെ താഴെ 4 ഇഡലി എടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ബോൾ പോലുള്ള ആ സ്ട്രക്ചറിൽ. അപ്പോൾ അതിൻ്റെ പുറത്തൂടാണ് ഈ DNA ഇങ്ങനെ ചുറ്റി പോയേക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ ഹിസ്റ്റോണിൻ്റെ അകത്തെ ഹിസ്റ്റോൺ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ അമിനോ ആസിഡ്സാണ്. ആ അമിനോ ആസിഡ്സിൻ്റെയൊക്കെ പേരാണ് ഈ എഴുതിയിരിക്കുന്നത്. അതൊന്നും നമുക്ക് വേണ്ട. H2A, H2B, H3, H4 എന്ന് പറയുന്ന ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ് ഇതെല്ലാം ഈ 2 എണ്ണം വീതമുണ്ട്. മേളി 4 എണ്ണം ഉണ്ട്, ഇത് തന്നെ താഴെ 4 എണ്ണം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ എങ്ങനെ കാണിക്കുന്നു? ഒരു ബോൾ പോലെയാണ് കാണിക്കുക. അതിനെ ചുറ്റിയാണ് ആരിയിരിക്കുന്നത്? DNA ഇരിക്കുന്നത്. ഇനി ഈ ചുരുള അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദർ ഇസ് 1 more protein called as H1 histone. കണ്ടോ, വേറൊരു ഹിസ്റ്റോൺ കൂടെ ഉണ്ട്. അതായത് ഈ DNA ഇങ്ങനെ ചുറ്റുമ്പോൾ ഇതിനെ ഒന്ന് ക്ലിപ്പിട്ട് നിർത്താൻ വേണ്ടി, അത് ഊരി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹിസ്റ്റോൺ ഉണ്ട്. ദിസ് ഹിസ്റ്റോണിനെ നമുക്ക് എന്ത് വിളിക്കാം? H1 ഹിസ്റ്റോൺ എന്ന് പറയും. ആ H1 ഹിസ്റ്റോൺ ആണ് ഈ
ചുറ്റുന്ന മടക്കുകളെ ഇങ്ങനെ സേഫായിട്ട് നിർത്തുന്നത്. ഇതാണ് ഈ ഫുൾ സ്ട്രക്ചർ. ദ ഹിസ്റ്റോൺ പ്രോട്ടീൻ അലോങ് വിത്ത് ദ DNA ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയോസോം. ഈ 8 ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് പറയും. ഇതാണ് സ്ട്രക്ചർ. കണ്ടോ, ഇങ്ങനെ ചുറ്റി 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 ഓരോ ഹിസ്റ്റോൺ മോളിക്യൂൾസിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിങ്ങനെ ചുറ്റി കാണിച്ചേക്കാണ്. നീല കളറിൽ DNA ഇങ്ങനെ ചുറ്റി പോകുന്നു. അത് നമ്മൾ സിംബോളിക്കലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഈ സാധനത്തിനെ മൊത്തത്തിൽ ദ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയാൻ കാര്യം എന്താ, 8 ബോൾസ് ഉള്ളത് കൊണ്ടാണ് ഒക്ടാമർ എന്ന് പറയുന്നത്. ഹിസ്റ്റോൺ ഒക്ടാമർ അലോങ് വിത്ത് ദ DNA ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയോസോം. അപ്പോൾ ഇത് പഠിച്ചിരുന്നതാണ്. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA is wrapped around the positively charged histone octamer to form a structure called nucleosome. ഇതിനെയാണ് ന്യൂക്ലിയോസോം. ഈ ഒരു പടം നിങ്ങൾ ബുക്കിൽ വരച്ച് വെച്ചേക്കുക. ഇതിൻ്റെ പടം നമുക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. DNA ലേബൽ ചെയ്യണം. ഹിസ്റ്റോൺ ഒക്ടാമർ, H1 ഹിസ്റ്റോൺ. ഇതിനെ മൊത്തത്തിൽ പറയുമ്പോൾ കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾ 8 എണ്ണം ചേരുന്നതാണ്. ഇത് ഡി കാണിച്ചിരിക്കുന്ന 8 എണ്ണം ചേരുന്നതാണ് ഇത്. ആൻഡ് ഇതിനെ മൊത്തത്തിൽ പറയുമ്പോൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. അപ്പോൾ എന്താ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ DNA റാപ്ഡ് അറൗണ്ട് ദ പ്രോട്ടീൻ ഈസ് കോൾഡ് ന്യൂക്ലിയോസോം. അല്ല, ഇങ്ങനെ എഴുതുക, നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഈസ് റാപ്ഡ് അറൗണ്ട് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഫോം എ സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയോസോം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോട്ട് ചെയ്യുക നിങ്ങൾ. നെക്സ്റ്റ് നമുക്ക് പറയണ്ട ന്യൂക്ലിയോസോം ഇത് തന്നെ വീണ്ടും വിശദീകരിച്ചേക്കാണ്. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിൽ, അതായത് ഇതാണല്ലോ ഹിസ്റ്റോൺ, ആ ഹിസ്റ്റോണിനെ ചുറ്റിയാണ് ഈ DNA കാണുന്നത്. ഈ DNA ഇങ്ങനെ 2 പ്രാവശ്യം ചുറ്റണമെങ്കിൽ ചുറ്റുന്ന അത്രയും നീളത്തിലുള്ള ബേസ് പെയർ എത്ര ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ typical nucleosome contains 200 base pairs of DNA helix. അതായത് ഇവിടെ നമ്മൾ ഈ DNA ഇതിന് ചുറ്റുന്ന അത്രയും ഭാഗത്ത് എത്ര ബേസ് പെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ 200 ബേസ് പെയർ ആണ് ഉള്ളത്. അപ്പോൾ നോക്കിയാൽ DNA നമ്മൾ അതിൻ്റെ നൈട്രജൻ ബേസുകളൊക്കെ കാണിച്ചേക്കാണിത് അല്ലേ. DNA എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ സാധനമാണ്. ഈ ചുറ്റി ഇങ്ങനെ ഇതേ ചുറ്റി 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 കാണുന്നത്. ഇതും അത് തന്നെ പടം, ന്യൂക്ലിയോസോമിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഓർത്തിരുന്നാൽ മതി. ഒരു ന്യൂക്ലിയോസോമിൻ്റെ DNA വരുന്ന ഭാഗത്ത് എത്ര ബേസ് പെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ 200 ബേസ് പെയർ ആണ് ഒരു ന്യൂക്ലിയോസോമിനെ ചുറ്റുന്ന ഭാഗത്തുള്ളത്. അപ്പം അത് വെച്ച് നമുക്കൊരു പ്രോബ്ലം കൂടെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇത് ആ പടം തന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ് അല്ലേ. ഇത് DNA സ്ട്രാൻഡാണ് അല്ലേ. ഇതൊരു സ്ട്രാൻഡ്, ഇതൊരു സ്ട്രാൻഡ്. ആ DNA ആണ് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ഡബിൾ ഹെലിക്കലായിട്ട് ഫോം ചെയ്ത് ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ആണ് ഹിസ്റ്റോൺ ഒക്ടാമറിനെ പൊതിഞ്ഞ് ഇങ്ങനെ കാണുന്നത് അല്ലേ. അങ്ങനെ ഒത്തിരി ഹിസ്റ്റോൺ ഒക്ടാമസിനെ പൊതിഞ്ഞ് ഇങ്ങനെ ഇത് കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ ക്രോമസോം ഉണ്ടാകുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? അതായത് നമ്മളൊരു ക്രോമസോം കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ക്രോമസോമിൻ്റെ സ്ട്രക്ചറും നമുക്കറിയാം. ഈ ക്രോമസോമിനെ ഒന്ന് ചുരുളഴിച്ച് നോക്കിക്കേ എങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ ചുരുളഴിക്കുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? നീളമുള്ള ഒരു DNA ആണ്. പക്ഷേ ആ DNAയുടെ ഇടയിലെല്ലാം എന്തുണ്ട്? ഈ പ്രോട്ടീൻസ് ഇങ്ങനെ ചുറ്റി നമുക്കിവിടെ എല്ലാം ചുറ്റി കാണാം. അപ്പോൾ DNA മാത്രം ഊരിയെടുത്താൽ ഇങ്ങനെ ഇരിക്കും അല്ലേ. അതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് സ്ട്രക്ചർ ഓഫ് DNA എന്ന് പറയുന്നത്. ഇത് ആരിലാണ് കാണുന്നത്? യൂക്യാരിയോട്സിലാണ് ഇങ്ങനെ ചുറ്റിയായിട്ട് കാണുന്നത്. മറ്റേടത്ത് അവിടെ ഇവിടെ സ്കാറ്റർ ചെയ്താണ് കൂടുതലും പ്രോക്യാരിയോട്സിൽ നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ്, ഇനി ഇത് നമുക്കിത് സെല്ലിൻ്റെ അകത്ത് ക്രോമസോം ഉള്ളതായിട്ടും ഇത് എങ്ങനെയായിരിക്കുന്നതെന്നൊന്നും നേരിട്ട് നമുക്ക് നോക്കിയാൽ കാണത്തില്ല. ഒരു സെല്ല് പോലും നമ്മൾ കാണുന്നില്ല അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ ക്രോമസോം എങ്ങനെയായിരിക്കുന്നത്, ന്യൂക്ലിയോസോംസ് എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ കാണണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി വ്യൂഡ് അണ്ടർ എ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി നമ്മൾ ഈ ന്യൂക്ലിയോസോമിനെ പരിശോധിച്ചാൽ എങ്ങനെ ഇരിക്കും? ദ ന്യൂക്ലിയോസോം ഇൻ ക്രോമാറ്റിൻ ആർ സീൻ ആസ് ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ വെൻ വ്യൂഡ് അണ്ടർ ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയത് ഇങ്ങനെയാണ്
ക്രോമസോംസ് അല്ലെ സോറി ക്രൊമാറ്റിൻ ഇരിക്കുന്നത്. ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ഡി എൻ എ വിത്ത് പ്രോട്ടീൻ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മുത്തുകൾ പോലെ ബീഡ്സ് ഓൺ എ സ്ട്രിങ്, ഒരു നൂലയിൽ ഇങ്ങനെ മുത്തുകൾ കോർത്തിട്ടേക്കുന്ന പോലെയാണ് നമ്മൾ ക്രൊമാറ്റിനെ കാണുന്നത്. ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എ വിത്ത് പ്രോട്ടീൻ, ആ പ്രോട്ടീനെ കാണുന്നത് ഇങ്ങനെ. അതായത് ഈ പ്രോട്ടീൻസ് എല്ലാം ഹിസ്റ്റോൺസ് എല്ലാം മുത്തുകളായിട്ടും ഡി എൻ എ ഒരു നൂലായിട്ടുമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ബീഡ്സ് ഓൺ സ്ട്രിങ് എന്ന് പറയുന്നത്. ഒരു നൂലയിൽ മുത്തുകൾ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് കാണുന്നത്. എന്തിൽ കൂടി നോക്കുമ്പോൾ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ. അതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇത് നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ ഇട്ടേക്കാണ്. അതായത് ഹൗ മെനി ന്യൂക്ലിയോസോം ഡു യു ഇമാജിൻ ആർ പ്രസൻറ്റ് ഇൻ എ മമേലിയൻ സെൽ? നമ്മൾ ന്യൂക്ലിയോസോം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞില്ലേ എത്ര ന്യൂക്ലിയോസോംസ് ഉണ്ടായിരിക്കും ഈ ഹിസ്റ്റോണിനെ പൊതിഞ്ഞ് കാണുന്ന ന്യൂക്ലിയോസോം എത്ര ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻ 200 bases. നമുക്കറിയാം, മുമ്പേ നമ്മൾ പറഞ്ഞതാണ്. Therefore, total number of nucleosome in human, നമുക്കറിയാം എത്ര ബേസ് പെയർ ഉണ്ട്, ഇത്രയാണ് 6.6 × 10⁹ ബേസ് പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ന്യൂക്ലിയോസോം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു ന്യൂക്ലിയോസോമിൻ്റെ അകത്ത് എത്ര ബേസ് പെയർ ആണുള്ളത്? 200. അപ്പോൾ നമ്മൾ 200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3.3 × 10⁷ ന്യൂക്ലിയോസോംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ അറിയാം, ഒരു ന്യൂക്ലിയോസോമിൻ്റെ അകത്ത് എത്ര ബേസ് പെയർ ഉണ്ടെന്നും അറിയാം. അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ന്യൂക്ലിയോസോംസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അത് നമുക്ക് വേണമെങ്കിൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പറയാം. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത് ഇനി നമ്മൾ ഇത് വേണ്ട, നമുക്ക് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലാതെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടെന്നാണ് ഈ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ വേണ്ട. ഇനി അടുത്തത് ഇത് നമ്മൾ പഠിക്കണം. അതായത് യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് യൂക്രോമാറ്റിൻ എന്നും ഹെട്രോക്രോമാറ്റിൻ എന്നും പറയുന്നത്? ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് യൂക്രോമാറ്റിൻ എന്താണ്? യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഡി എൻ എ എന്ന് പറയുന്നത് ഇങ്ങനെ ഡി എൻ എ മാത്രമല്ല, ഡി എൻ എയുടെ കൂടെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇങ്ങനെ ചുറ്റി ചുറ്റിയാണ് കാണുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൽ ചില ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ലൂസായിട്ട് ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണും. ചില ഭാഗം നമുക്കറിയാം നല്ല ടൈറ്റായിട്ട് പാക്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരു റാപ്പ് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ചുറ്റുന്നു, ഇവിടെ ചുറ്റുന്നു, ഇതെല്ലാം അടുക്കിയാണ് വെക്കുന്നത്. അപ്പം ഇവിടെ 2 റീജിയൻസ് ആണുള്ളത്. ഈ ഡി എൻ എ ക്രൊമാറ്റിൻ നമ്മൾ നോക്കിയാൽ ചില ഭാഗം ലൂസ്ലി പാക്ക്ഡ് ആണ്, ഇങ്ങനെ അഴിഞ്ഞു കിടക്കും അല്ലേ? ഇനി ചില ഭാഗം നോക്കിയാൽ നല്ല ഡെൻസ്ലി പാക്ക്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് പാക്ക് ചെയ്തേക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എ ടിപ്പിക്കൽ ന്യൂക്ലിയസ് സം റീജിയൻ ഓഫ് ക്രോമാറ്റിൻ ആർ ലൂസ്ലി പാക്ഡ്. ക്രോമാറ്റിൻ നമ്മൾ ചിലത്ത് നോക്കിയാൽ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? യൂക്രോമാറ്റിൻ എന്ന് പറയും. അതിൻ്റെ വേറൊരു പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡി എൻ എ നമ്മൾ എന്തെങ്കിലും സ്റ്റെയിനൊക്കെ കൊടുത്ത് കളർ ചെയ്ത് നമുക്ക് കാണത്തക്ക രീതിയിൽ കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് അധികം സ്റ്റെയിൻ പിടിക്കാറില്ല. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കളറിങ് മെറ്റീരിയൽ അല്ലെ, ഡൈ, എന്തെങ്കിലും സ്റ്റെയിൻസ് എന്ന് പറയുന്നത് അല്ലേ, അത് കളർ അധികം പിടിക്കാത്ത ഭാഗമാണ്. ലൈറ്റ്ലി സ്റ്റെയിൻഡ് റീജിയൻ ആണ്. ആൻഡ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി എൻ എയിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ കൂടുതലും നടക്കുന്ന ഈ ഒരു റീജിയനിലാണ്. ഡി എൻ എയിൽ നിന്ന് RNA ഉണ്ടാകുമ്പോൾ ഈ ഭാഗങ്ങളിലാണ് കൂടുതലും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. വഴിയെ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും എന്താണ്. അപ്പോൾ ക്രോമാറ്റിൻ ആർ റെഫേർഡ് ടു ആസ് യൂക്രോ. അപ്പോൾ എന്താണ് യൂക്രോമാറ്റിൻ എന്നുള്ളതും എന്താണ് ഹെട്രോക്രോമാറ്റിൻ എന്നുള്ളതും പരീക്ഷയ്ക്ക് നമുക്ക് ഡിഫറൻസ് ചോദിക്കും. അതിൽ യൂക്രോമാറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ലൂസ്ലി പാക്ക്ഡ് ആണ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. ഈ 3 പോയിൻറ്റ്സ് പഠിച്ചു വെക്കണം. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂക്രോമാറ്റിൻ. ഇനി ഹെട്രോക്രോമാറ്റിൻ എന്ന് പറഞ്ഞ ഭാഗമാണ് ദേ ഇവിടെ ഇങ്ങനെ കാണിച്ചത്. അതെന്താണെന്ന് നോക്കാം. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഡെൻസ്ലി പാക്ക്ഡ് ആണ്. അടുത്തടുത്തടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. ഇറ്റ് ഈസ് ഡാർക്ക്ലി സ്റ്റെയിൻഡ്. കുറച്ചുകൂടെ കളറ് നന്നായിട്ട് പിടിക്കുന്ന ഏരിയ ആണ് ഈ ഭാഗം. നമ്മൾ സ്റ്റെയിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിറം കൊടുത്താൽ നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ നേരെ
ഒരു സെല്ലിൻ്റെ അകത്ത് നോക്കിയാൽ DNA കാണണമെങ്കിൽ നമ്മൾ അതിന് സ്റ്റെയിൻ കൊടുക്കണം. അപ്പോൾ സ്റ്റെയിൻ കൊടുക്കുമ്പോൾ ഡീപ്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള റീജിയൻ മാത്രമേ ആ റീജിയനെയാണ് നമ്മൾ ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ഡാർക്ക്ലി സ്റ്റെയിൻ. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. ഇവിടുന്ന് നമുക്ക് RNA ഉണ്ടാകുക, DNA നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് അധികം വേഗത്തിലൊന്നും ഇവിടെ നടക്കാറില്ല, ഈ ഭാഗത്ത് അങ്ങനെ നടക്കാറില്ല. അതേസമയം എവിടെ നടക്കും? യൂക്രോമാറ്റിൻ ഭാഗത്ത് നടക്കും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഡെൻസ്ലി പാക്ഡ്, ഡാർക്ക്ലി സ്റ്റെയിൻഡ്, ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? DNA ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? സെൻട്രൽ ഡോഗ്മ അല്ലേ? സെൻട്രൽ ഡോഗ്മയുടെ ഇക്വേഷൻ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇവിടെ ഇങ്ങനെ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ RNAയിൽ നിന്ന് DNA ഉണ്ടാകുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ വിട്ടുപോയത്, ഇവിടെ ഒരു എൻസൈം ഇതിന് സഹായിക്കുന്നുണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം. ചിലപ്പോൾ അങ്ങനെ എൻസൈമിൻ്റെ പേര് ട്രാൻസ്ക്രിപ്റ്റേസ്. ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളതിന് പകരം ION പകരം ASC ചേർക്കുക. ട്രാൻസ്ക്രിപ്റ്റേസ്, ASC എൻസൈം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് കൺവേർട്സ് ദ mRNA ടു DNA. അതുകൂടെ ഓർത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ പഠിച്ച ലെങ്ത് ഓഫ് DNA കണ്ടുപിടിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രോക്യാരിയോട്ടിക് DNA, യൂക്യാരിയോട്ടിക്. പ്രോക്യാരിയോട്സിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിന് വെറുതെ ഒരു ന്യൂക്ലിയസിൻ്റെ ഭാഗമുണ്ട്, ന്യൂക്ലിയസ് വരേണ്ട ഭാഗമുണ്ട്. ആ റീജിയനെ ന്യൂക്ലിയോയിഡ്, അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡയഗ്രാം തന്നിട്ട് ഇത് വരയ്ക്കാൻ ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. പിന്നെ ബീഡ്സ് ഓൺ എ സ്ട്രിങ്, അത് ആ വേർഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ്റെ ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ നിങ്ങൾ കവർ ചെയ്തു. അത് നന്നായിട്ട് കേൾക്കുക. നോട്ട്സ് ഞാൻ അയച്ചു